ഒരടി അങ്ങോട്ട് ഞാൻ മുന്നിക്ക് വെച്ചാലേ ഈ വീട്ടിൽ ഇപ്പം അടി നടക്കും. കാര്യം വേറൊന്നല്ല, പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയ്ക്ക് പ്രവേശനം ഉണ്ടാവില്ല. ബാക്കിയുള്ളടത്ത് കൂടെ കട്ടിലിസ് നടക്കാനൊക്കെ പറ്റും, തൊടാനും പിടിക്കാനൊന്നും പാടില്ല. അടുക്കളയ്ക്ക് അത് കയറിയ സ്വഭാവം മാറും. ഭക്ഷണമൊക്കെ വല്ല ഹോട്ടലിന്റെ പോലെ അങ്ങനെ മുന്നിക്ക് കൊടുന്ന് തരും. അതെന്താ അങ്ങനെയൊന്നാവല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആർത്തവകാരിയായിരിക്കെ, മെൻസസുകാരിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ എവിടെയാണോ ഗ്ലാസിൽ വെള്ളം കുടിച്ചത്, ഞാൻ എന്റെ വായ പാത്രത്തിന്റെ എവിടെയാണോ വെച്ചത്, അതേ പൊസിഷൻ നോക്കിയിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാത്രത്തിൽ വെള്ളം കുടിക്കുമായിരുന്നു. ആർത്തവകാരിയെ മാറ്റി നിർത്തുന്ന, ആർത്തവകാരിയാണെങ്കിൽ മാറിക്കിടക്കുന്ന, അതൊരഴുക്കും മോശവുമാണെന്ന് പറഞ്ഞ് വേദനിപ്പിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലത്ത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ടാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും മനസ്സ് കീഴടക്കിയത് എന്ന് നമ്മൾ ആലോചിക്കണം. ഈ മുത്തുനബിയെ പറ്റിയാണ് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ലിബറലിസ്റ്റുകൾ, മോഡേണിസ്റ്റുകൾ ലോകം തിരിയാത്തവനെന്നും പെണ്ണുങ്ങളെ ബഹുമാനിക്കാത്തവനുമെന്നും പഠിപ്പിക്കുന്നത്. അവരൊക്കെ ഈ ചരിത്രമൊന്ന് മനസ്സ് തുറന്ന് പഠിക്കണം.